ഹലോ. വിഷുവിന് ഞങ്ങൾ കുറച്ചൊരു സാരി കൊടുത്തിട്ടാട്ടോ പോയത്. അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഓഫീസിൽ. എന്നാലും ചുമ്മാ ഒരുങ്ങിയൊക്കെ പോകാമെന്ന് കരുതി. ഞാനൊരു കോണ്ടാക്ട് ലെൻസ് വാങ്ങിച്ചായിരുന്നു, കളേർഡ്. ഒരു ഡസ്കി ബ്രൗൺ കളറുള്ളൊരു കോണ്ടാക്ട് ലെൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ കളേർഡ് ലെൻസൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റിൽ വലുതായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളറ് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓഫീസിൽ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ പോയി നിന്നത്, അഭിമന്യേൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് എന്നിട്ട് രാവിലെ നമ്മൾ ഒരുങ്ങിയൊക്കെ വന്നത്. പക്ഷേ അവിടെ നിന്ന് ഒരുങ്ങി വന്നപ്പം നമ്മൾ ഒരുങ്ങി ഈ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. റീൽസ് എടുക്കണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതും ലാസ്റ്റ് നമ്മുടെ ലൈറ്റ് പോകാൻ നേരത്താണ് കുറച്ച് 1-2 ഫോട്ടോ ഒക്കെ എടുക്കാൻ തന്നെ പറ്റിയത്. പിന്നെ പറഞ്ഞല്ലോ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ഈ മഹാബോളി കടയിൽ നിന്ന് ബോളിയും പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാട്ടോ ഞാൻ ബോളിയും പായസമൊക്കെ കഴിക്കുന്നത്. കൊള്ളായിരുന്നു, പായസമൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിഷു പരിപാടി എന്നൊക്കെ പറയുന്നത്. അപ്പം അന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നെ ഒന്നുകൂടി ഒന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ ലെൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡേ ലെൻസാണ്. പക്ഷെ എന്നാലും ഞാൻ എടുത്തു വെച്ചതാണ്, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊതിയായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ടും ഈ ലെൻസ് ഊരാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. അതങ്ങനെ വെച്ചോണ്ട് നടക്കാനൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ കണ്ണുള്ളവരൊക്കെ എന്ത് നല്ല ഭംഗിയായിരിക്കും, അങ്ങനെയൊക്കെ തോന്നി. അന്ന് ഞങ്ങൾ 3 പേരും കൂടിയാട്ടോ പോയത്. അപ്പം അന്ന് എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നത് അശ്വതിയും ശ്രീലക്ഷ്മിയും കൂടിയാട്ടോ. കാരണം എനിക്ക് സാരി എടുക്കാൻ അറിയില്ലടാ, പക്ഷെ ഞാൻ പഠിക്കും. വള അഭിമന്യേൻ്റെ ആട്ടോ, അവിടെ നിന്ന് എടുത്തതാണ്. ഞാൻ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കണം. ഞാൻ ശ്രീലക്ഷ്മിയൊക്കെ ഹോസ്റ്റൽ മേറ്റ്സ് ആട്ടോ. അപ്പോൾ അവളാണ് എനിക്ക് സാരിയൊക്കെ ഒന്ന് സെറ്റാക്കി തന്നത്. പിന്നെ ഞാൻ മാല ഇടാത്തതുകൊണ്ട് അന്ന് ടാഗ് ഇട്ടിട്ടാട്ടോ പോയത്. അപ്പം ചെറുതായിട്ടൊരു സെയിൽസ് ഗേൾ ലുക്കൊക്കെ തോന്നിയെങ്കിലും പക്ഷെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിലും ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ അവരെ പോലില്ലേ 3 പേര്, ഇതാട്ടോ അശ്വതി അഭിമന്യും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.